ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന 2 വാക്യങ്ങളാണ് ഗ്രേസ് അല്ലെങ്കിൽ കൃപ, അതുപോലെ തന്നെ ബ്ലെസ്സിങ് അല്ലെങ്കിൽ അനുഗ്രഹം. ഈ 2 വാക്കുകളാണ് നമ്മളിന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ 2 വാചകങ്ങളാണ് ഇത് രണ്ടും. ഇതിനകത്തൊരു ക്ലാരിറ്റി ലഭിക്കുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് നിങ്ങളുടെ ആത്മീയ അന്വേഷണത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ആക്സിലറേറ്റഡ് ആയിട്ട് ഉള്ള ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ഈ ഒരു ക്ലിപ്പ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ആക്സിലറേഷൻ ലഭിക്കുമെങ്കിൽ അത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി, ഈ 2 വാചകങ്ങൾ നമ്മൾ പലപ്പോഴും കറക്റ്റായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ നൽകുന്നുടനെ അത് വളരെയധികം സംശയജനകമാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യാനായിട്ട് ഇത് ഉപകരിക്കും. അതുകൊണ്ട് ഇതിനകത്തൊരു ക്ലാരിറ്റി ലഭിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകുകയാണ്. ഈ ഒന്നാമത്തെ കാര്യം എൻ്റെ ചിന്തയായിരിക്കണമെന്നില്ല മറ്റ് പലർക്കും. അപ്പോൾ ഇതൊരു കോമണായിട്ടും യൂണിവേഴ്സലായിട്ടുമുള്ള ചിന്തയായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും ദയവായി ഇത് ക്ഷമയോടുകൂടി ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളടുക്ക് അപേക്ഷിക്കുന്നു. ആദ്യമായി ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. പല ആൾക്കാരും പറയുന്നുണ്ട്, ദൈവകൃപയാൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ദൈവകൃപയാൽ അപകടമൊന്നും സംഭവിച്ചില്ല, ദൈവകൃപയാൽ യാത്രയൊക്കെ നല്ലതായിരുന്നു എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ഇതേ കോണ്ടെക്സ്റ്റ് തന്നെ നമ്മുടെ ബ്ലെസ്സിങ്ങിനകത്ത് നമുക്ക് ഉപയോഗിക്കാം. ദൈവാനുഗ്രഹത്താൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, ദൈവ അനുഗ്രഹത്താൽ യാത്രയൊക്കെ ഭംഗിയായിട്ട് പോയി. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണോ, അതോ ഇതിനകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച, പലപ്പോഴും എനിക്ക് ദൈവവചനത്തിൽ നിന്നൊക്കെയും എനിക്ക് എൻ്റെ അടുക്ക് സംസാരിച്ച വിഷയം ഇതാണ്. അതിനകത്തുനിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ദൈവകൃപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിനെ അനുഗമിക്കുവാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കി, അതുപോലെ തന്നെ നമ്മളുടെ പാപങ്ങൾ മോചിച്ച് നമ്മളെ ജസ്റ്റിഫൈ ചെയ്ത്, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ കൂടി മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകി നമ്മളെ ഗ്ലോറിഫൈ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രക്രിയയാണ് ഞാൻ ദൈവകൃപ എന്നുകൊണ്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ദൈവകൃപ ഇല്ല എങ്കിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പ് നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് നടക്കില്ല. ദൈവത്തിൻ്റെ കൃപ വേണം. കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നേടാൻ സാധിക്കാത്ത കാര്യം ദൈവം നമുക്കൊരു സമ്മാനമായിട്ട് തരുന്നു. അതാണ് കൃപ. അപ്പം നമ്മുടെ അൺമെറിറ്റഡ് ഫേവർ, ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് ഒട്ടും അർഹിക്കാത്ത നമുക്ക് ദൈവം നമ്മൾ പ്രീതിയാകുന്ന ഉടനെ കിട്ടുന്ന ആ ഒരു അനുഭവമാണ് കൃപ. ദൈവം നമ്മളിൽ പ്രീതിപ്പെടുന്ന ഉടനെ നമുക്ക് എന്താണ് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തെ അനുഗമിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയാൽ സന്ദർഭങ്ങളും കൂടെയുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരെ എല്ലാം നമുക്ക് ദൈവത്തെ അനുഗമിക്കുവാനായിട്ട് നമ്മളെ പര്യാപ്തമാക്കും, നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള വലിയൊരു പ്രോസസ്സിനാണ് കൃപ എന്ന് പറയുന്നത്. കൃപ ചെറിയ കാര്യങ്ങളല്ല. കൃപ ദൈവം തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് മാത്രമേ കൃപയുള്ളൂ. അപ്പോൾ നമ്മൾ പണ്ട് ചിന്തിച്ചത് ഒരു ഭാഗമാണ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 29 and 30. അതിനകത്ത് 3-4 പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മളെ വിളിക്കും. ഹി വിൽ കോൾ us, then he will choose us, then he will justify and then he will glorify. ഈ 4 പ്രോസസ്സുണ്ട്. അപ്പോൾ ദൈവം വിളിച്ച എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല. അത് പറയുന്നുണ്ട്, മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. ഉദാഹരണം പറയാം, യേശു 12 ശിഷ്യന്മാരെ വിളിച്ചു. അതിനകത്ത് ഈ 12 ശിഷ്യന്മാരും യേശുവിനെ അനുഗമിച്ചു. പക്ഷെങ്കിൽ ദൈവം അതിനകത്തുനിന്ന് തിരഞ്ഞെടുത്തത് 11 പേരെ മാത്രമേ ഉള്ളൂ. 11 പേര് യൂദായെ തിരഞ്ഞെടുത്തില്ല. യൂദായെ വിളിച്ചിരുന്നു, പക്ഷെങ്കിൽ യൂദായെ ചൂസ് ചെയ്തില്ല, തിരഞ്ഞെടുത്തില്ല. യൂദ
ഹി ഫെൽ ഡൗൺ ആൻഡ് ദെൻ ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പം അതാണ് ഒരു കാര്യം. മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. അപ്പം കൃപ അവസാനം വരെയും നമ്മുടെ കൂടെ കൃപ വേണം എന്ന് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് സാൽവേഷൻ, നിത്യജീവൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതാണ് കൃപയുടെ ഒരു പ്രാധാന്യം. രണ്ടാമത് നമ്മൾ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, ബ്ലെസ്സിങ്ങിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു വീക്ഷണം വെച്ച് ബ്ലെസ്സിങ്സ് ദൈവം എല്ലാവർക്കും നൽകും. അതിപ്പം വിശ്വാസിയോ അവിശ്വാസിയോ എന്നോ ഒന്നുമില്ല, എല്ലാവർക്കും ബ്ലെസ്സിങ്സ് ഉണ്ട്. നമുക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ, നമുക്ക് ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഉണ്ട്. അപ്പോൾ ഭൗതികമായിട്ടുള്ള അനുഗ്രഹം, അപ്പം സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, മഴയും സൂര്യനും വിശ്വാസികളുടെ അവിശ്വാസികളുടെ മേലും പൊഴിയുന്നുണ്ട്. അതെല്ലാവർക്കും ലഭിക്കും. ഭൗതികമായിട്ട് എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം ഒരുക്കിത്തരും. പക്ഷെങ്കിൽ ഈ ബ്ലെസ്സിങ്സ് നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. പല ആൾക്കാർക്കും പൈസ കിട്ടും, സുഖങ്ങൾ, സന്തോഷങ്ങൾ എല്ലാം ലഭിക്കും. പക്ഷെ അതിൽ കൂടി അവർ ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല. ഒത്തിരി ആൾക്കാർക്കും ദുഃഖങ്ങൾ കിട്ടും. ദുഃഖങ്ങൾ ലഭിക്കുന്നവരുടെ ഒത്തിരി പേരും ദൈവത്തിലേക്ക് തിരിയും. കാര്യം പല വഴിയും നോക്കിയിട്ട് ഒരു രക്ഷയില്ലാതെ വരുന്നതാണ്, ദൈവം മാത്രമേ ഉള്ളൂ വഴി. അപ്പോൾ അവർ ദൈവത്തിലേക്ക് അടുക്കും. എന്നാലും ദുഃഖത്തിലായിരുന്നാലും ചില ആൾക്കാർ സ്റ്റബണാണ്, മറുതലിച്ച് നിൽക്കും. ആ മറുതലിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും ദൈവത്തെ കാണാനും പോകുന്നില്ല. അപ്പം ഇതിനകത്തു നിന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ വെച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഏതൊരു അനുഭവവും നമ്മൾ ദൈവത്തേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. അത് പോസിറ്റീവാണ് ആകാം, നെഗറ്റീവാകാം, സുഖം നൽകുന്നതായിരിക്കാം, ദുഃഖം നൽകുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം ദുഃഖങ്ങളിലാണ് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ നുറുങ്ങിയ ഹൃദയമുള്ളവരുടെ അടുക്കലാണ് ദൈവവും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ ദുഃഖകരമായ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു ബ്ലെസ്സിങ്ങാണ്. ആ ദുഃഖത്തിൽ കൂടെ നമ്മൾ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നു. പുതിയ രീതിയിലുള്ള ഈ ഗോസ്പൽ സുവിശേഷം പലപ്പോഴും ഇതിനെ അവഗണിക്കുന്നു. അവർ പറയുന്നത്, ദുഃഖത്തിനെ അവർ അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെ ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവർ ചിത്രീകരിക്കുന്നത്. ആസ് ഒപ്പോസ് ടു ദാറ്റ് അവർ പറയുന്നത് സുഖങ്ങൾ, ദുഃഖങ്ങൾ, ഫേവറബിൾ സർക്കംസ്റ്റാൻസസ്, ധനം, സമ്പത്ത്, സുഹൃത്ത് വലയം, നമുക്കുള്ള ഇൻഫ്ലുവൻസ്, ഇതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന്, ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ചില ആൾക്കാർ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ ആ നല്ല അനുഭവങ്ങളൊക്കെയും ദൈവം തരുന്നതാണ്. അത് നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിന് നമ്മൾ ആ ഗ്ലോറിഫിക്കേഷൻ കൊടുക്കുന്നില്ല എങ്കിൽ അതൊരിക്കലും ഒരു ബ്ലെസ്സിങ് അല്ല. നമ്മുടെ ചുറ്റും നോക്കുന്ന പറഞ്ഞാൽ ഒത്തിരി സമ്പത്തുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണോ? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷെങ്കിൽ അത് ദൈവത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ അതൊരു നല്ല ദൈവാനുഭവമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ദാവീദ് ശൗലിൽ നിന്ന് ഓടി പോകുന്ന സമയമുണ്ട്. ശൗൽ എപ്പോൾ കണ്ടാലും ദാവീദിനെ കൊല്ലാനായിട്ട് ദാവീദിനെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ രാജ്യം മുഴുവൻ കറങ്ങി നടന്നു. അപ്പോൾ ദാവീദിന് അവസാനം മനസ്സിലായി, ഇനിയിപ്പോൾ ഇസ്രായേലിൽ നിന്നിട്ട് രക്ഷയില്ല, ഈ രാജ്യം വിട്ടു പോവുകയുള്ളൂ രക്ഷ എന്ന് പറഞ്ഞ് ഫിലിസ്ത്യ ദേശത്തേക്ക് അദ്ദേഹം പോയി. അവിടെ ചെന്ന് അവിടുത്തെ ഒരു രാജാവ് ദാവീദിന് അഭയം കൊടുത്തു. 1 വർഷവും 4 മാസവും അദ്ദേഹം അവിടെ താമസിച്ചു. സിക്ലാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശം ദാവീദിനായിട്ട് കൊടുത്തു. ദാവീദ് അവിടെ 600 പരിചാരകന്മാരും ഭടന്മാരും ഒക്കെ ഉണ്ട്, 2 ഭാര്യമാരുമുണ്ട്. ഇവരുമായിട്ടെല്ലാം സുഖമായിട്ട് കഴിയുകയായിരുന്നു. ആ സമയത്ത് തന്നെ ഇദ്ദേഹം ഓരോ ദിവസവും ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള മറ്റ് ടൗണുകളിൽ പോവും. അവിടെ പോയി അവിടുത്തെ ജനങ്ങളെ മുഴുവൻ വധിക്കും. പക്ഷേങ്കിൽ അവിടെയുള്ള സമ്പത്ത് മുഴുവൻ തിരിച്ചു കൊണ്ടുവരും. ആടുമാടുകൾ, അതുപോലെ തന്നെ അവിടെയുള്ള സമ്പത്തുകളെല്ലാം അദ്ദേഹം തിരിച്ച് രാത്രി വൈകിട്ടാകുമ്പോഴത്തേനും സിക്ലാക്കി കൊണ്ടുവരും. അപ്പം അങ്ങനെ അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെയും സമൃദ്ധമായിട്ടും ജീവിച്ചുകൊണ്ട് വരികയായിരുന്നു. ആ പ്രദേശത്തിൻ്റെ ഫിലിസ്തീൻ രാജാവ് ഇദ്ദേഹത്തിന് അത്യാവശ്യമുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും. അപ്പോൾ അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് ഒരു സങ്കീർത്തനം പോലും എഴുതിയില്ല. ഒറ്റ ഗാനം പോലും ദൈവത്തെ ഓർത്ത് അദ്ദേഹം എഴുതിയില്ല. നമുക്ക് സിക്ലാഗിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മറന്നും തന്നെ നമുക്ക്
ചിന്തിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ശൗലിൽ നിന്ന് പേടിച്ച് അതിൻ്റെ മുൻ വർഷങ്ങളിൽ ഇദ്ദേഹം ഓടി നടന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് എവിടെ വെച്ചും അദ്ദേഹത്തിന് സങ്കീർത്തനങ്ങൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ രക്ഷാപ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയുവാനും അതിനെപ്പറ്റി സങ്കീർത്തനങ്ങൾ എഴുതാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകാനായിട്ടാണ് കൂടുതൽ ചാൻസ്. ദുഃഖത്തിലും പ്രയാസത്തിലും നമ്മൾ ദൈവത്തെ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ചേർന്നിരിക്കും. അതാണ് യഥാർത്ഥ അനുഗ്രഹകരമായ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഞാനിതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്, ഗ്രേസ് അല്ലെങ്കിൽ കൃപ എന്ന് പറയുന്നത് ദ അൺമെറിറ്റഡ് ഫേവർ ഓഫ് ഗോഡ് ടു ചൂസ് us to be his followers and to be united with him after our passing. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവവുമായിട്ട് ചേർന്ന് പോകുവാൻ, നിത്യജീവിതത്തിലേക്ക് കടക്കുവാനായിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് മാറ്റിയ അനുഭവമാണ് കൃപ. ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഏതൊരു അനുഭവവും, നല്ലതോ ചീത്തയുമാകട്ടെ, അത് ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു സംഭവമാണ് എങ്കിൽ അതാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയോടുകൂടി നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ പരുവപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഗ്രംബിൾഡ് അല്ലാതെ ഏത് ദുഃഖത്തിലും ദൈവത്തെ നമുക്ക് പ്രൈസ് ചെയ്യാനുമായിട്ടുള്ള കൃപ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹകരമായ ജീവിതം നമുക്ക് ലഭിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.